ഗുഡ് ഈവനിങ്. എൻ്റെ പേര് നിഹാല ജിബിൻ. ഞാൻ MEC KVM കോളേജിലെ സെക്കൻഡ് ഇയർ PG സ്റ്റുഡൻ്റ് ആണ്. സോ വിമൻ സെല്ലും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൊമേഴ്സും ജോയിൻലി ഒരു ഇൻ്റർവ്യൂ സെഷൻ കണ്ടക്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ എത്തിയിട്ടുള്ളത്. നമ്മുടെ കൂടെ ഉള്ളത് മിസ് സോഫിയ മാം ആണ്. ഷീസ് ദ ചീഫ് പ്രൊഡ്യൂസർ ഓഫ് കറണ്ട് അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മീഡിയ വൺ ആൻഡ് ഓൾസോ ഒരുപാട് അവാർഡ്സും മാമിന് കിട്ടിയിട്ടുണ്ട്. സോ മാമിനെ ഞാൻ ഈ ഒരു ഇൻ്റർവ്യൂ സെക്ഷനിലോട്ട് വെൽക്കം ചെയ്യാണ്. ആൻഡ് എൻ്റെ കൂടെ വന്നിട്ടുള്ളത് എൻ്റെ ക്ലാസ്മേറ്റ്സും ടീച്ചറുമാണ്. സഹില, ജമീല മാം, ശിശിര പ്രകാശ്, അശ്വതി, അഹമ്മദ് ഹുബാബ് ആൻഡ് ആഷിഫ് ഷഹീർ. മാം ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യാനുള്ള ആ ഒരു പ്രധാന മോട്ടീവ് എന്തായിരുന്നു? അതിനൊക്കെ ഉത്തരം പറയുമ്പോഴേ ഇന്നത്തെ ഒരു മാധ്യമ പ്രവർത്തനമോ അല്ലെങ്കിൽ മാധ്യമ രീതിയുടെ ഒരു ഈസിനെസ് ഒന്നും ഇല്ലാത്തൊരു കാലത്താണ്. കുറച്ച് ബാക്കാണ്. ഞാൻ കുറച്ചൊരു സീനിയർ ആയതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത്. അപ്പം നമ്മുടെ മുന്നിലുള്ള റോൾ മോഡലുകൾ എന്ന് പറഞ്ഞാൽ ലീലാമേനോനെ പോലെയുള്ള പ്രതിഭകളായിട്ടുള്ള മാധ്യമപ്രവർത്തകർ, സ്ത്രീകളായിട്ടുള്ള അങ്ങനെയുള്ള ഒരു കാഴ്ചകളാണ്. പിന്നെ എഴുത്തിനോട് ഞാൻ മലയാളം ലിറ്ററേച്ചറിലാണ് PG ചെയ്തത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരുന്നു എൻ്റെ PG. പിന്നെ ഞാൻ സോഷ്യോളജിയിലാണ് എൻ്റെ ഡിഗ്രി ചെയ്തത് ഫറൂഖ് കോളേജിൽ. അപ്പം ഒരു സോഷ്യൽ കമ്മിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ലിറ്ററേച്ചറായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വായിക്കുക എന്നുള്ളതൊക്കെ ഒരു ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അപ്പോൾ ലിറ്ററേച്ചറൊക്കെ വായിക്കുമ്പോൾ നമ്മൾ മാധവിക്കുട്ടിയെ പോലെയുള്ള എഴുത്തുകാരെ വായിക്കുന്നു. അതൊക്കെ അങ്ങനെ പുരുഷന്മാരെ വായിക്കാതിരിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ സ്ത്രീകൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ലൈഫിന് ഒരുപാട്, ഇപ്പോൾ സ്ത്രീ മാധ്യമപ്രവർത്തകയാണെങ്കിലും എഴുത്തുകാരിയാണെങ്കിലും അവർ കടന്നു വരുന്ന വഴികൾ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ രീതിയിലൊക്കെ ഉള്ള ഒരു പ്രചോദനം ലീലാമേനെ പോലെ ഉള്ള പ്രതിഭകളൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ അത്ര ഒന്നും എളുപ്പമല്ലാത്ത ഒരു കാലത്ത് ഞാൻ പ്രീ ഡിഗ്രിക്ക് സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ച ഒരാളാണ്. SSLC ആണ് അന്ന്. SSLCക്ക് എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം നോർമലി അന്നൊക്കെ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ പാസ്സാകുമ്പം സയൻസ് അല്ലെങ്കിൽ മാത്സ്, നോർമലി നമ്മൾക്ക് രണ്ട് ധാരകളാണല്ലോ ഉള്ളത്. ഒന്നുകിൽ ഡോക്ടർ ആവുക ഇല്ലെങ്കിൽ എഞ്ചിനീയർ ആവുക. അപ്പം എൻ്റെ പാരൻസിൽ എൻ്റെ മദറാണെങ്കിൽ ഒരു ബാങ്ക് എംപ്ലോയി ആണ് അന്ന്. അപ്പോൾ അവരൊക്കെ സീരിയസ് ആയിട്ട് നമ്മളെ കാണുമ്പോൾ സയൻസ് ഗ്രൂപ്പിൽ കൊണ്ട് എന്നെ ചേർത്തുന്നു. എനിക്ക് സയൻസ് അത്ര അങ്ങോട്ട് എളുപ്പമാവണില്ല. എന്ന് വെച്ചാൽ ഞാൻ ആ പ്രീ ഡിഗ്രി കാലത്ത് ഒട്ടും എൻജോയ് ചെയ്തില്ല. ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ ഞാൻ പാസ്സായി വന്നാൽ എനിക്ക് സയൻസ് ഗ്രൂപ്പിനോട് പൊരുത്തപ്പെടാൻ പറ്റിയില്ല. അപ്പോഴൊക്കെ എൻ്റെ റീഡിങ്ങിൻ്റെ ഏരിയ ഒക്കെ ഡിഫറെൻ്റ് ആയിരുന്നു. പിന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദർ എനിക്ക് പത്രം അല്ലെങ്കിൽ പത്രപ്രവർത്തനത്തിനോടുള്ള വേറൊരു സാധനം, ഞാൻ പത്രം വായിച്ചു കൊടുക്കുകയായിരുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദർ എന്നെ കൊണ്ടായിരുന്നു ചെറുപ്പത്തിൽ, പുള്ളി അവിടെ ഇരിക്കും, അന്നത്തെ പത്രം എടുത്തിട്ട് വായിക്കാൻ പറയും, വായിച്ചു കൊടുക്കാൻ പറയും. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പത്രം വായിക്കണം എന്നുള്ളൊരു രീതി. അപ്പൊ ഇന്ന് ഞാൻ ജേർണലിസത്തിൽ കുട്ടികളോട് പലരോടും ചോദിക്കുമ്പോൾ ജേർണലിസത്തിലല്ല, പല കുട്ടികളും പത്രം വായിക്കുന്നില്ല. അപ്പം എൻ്റെ ഒരു തലമുറയിലുള്ള ആളുകൾക്ക് പത്രം എന്ന് പറയുന്നത് വലിയൊരു സംഭവമായിരുന്നു. എന്നുവെച്ചാൽ ലോകത്തെ അല്ലെങ്കിൽ നമ്മളെ ചുറ്റുപാടുകളെ അറിയാനുള്ള ഒരു മീഡിയ എന്ന് പറയുന്നത് പത്രം. അപ്പൊ പത്രത്തിൽ നമ്മളെ ചുറ്റുമുള്ള എല്ലാ വാർത്തകളും നമ്മൾ അറിയുന്നല്ലോ. ലോകത്തിലെ ലോകരാജ്യങ്ങളിൽ എന്ത് നടക്കുന്നു, രാഷ്ട്രീയത്തിൽ എന്താ, ആ പത്രവായന എന്നെ ഭയങ്കരമായിട്ട് മോട്ടീവ് ചെയ്തിട്ടുണ്ട്. അപ്പം വലിയൊരു എന്താ പറയാ, ഇന്നത്തെ കുട്ടികൾ കാണുന്ന രീതിയിൽ ഒരു റീഡർ ആകണമെന്നോ അങ്ങനെ ഒന്നുള്ളൊരു സ്വപ്നങ്ങൾ എനിക്കുണ്ടായിരുന്നില്ല. അന്നുമില്ല, ഇന്നുമില്ല. അപ്പോൾ എൻ്റെ രീതിയിൽ എന്താ പറയുക, എനിക്കിഷ്ടമുള്ള ഒരു മേഖലകളിൽ എൻ്റെ റിപ്പോർട്ടിങ് അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ആവണം എന്നുള്ള രീതിയിലാണ് ഞാൻ വായിച്ചതും ഈ രംഗത്തേക്ക് വന്നത്. മനുഷ്യവികാരങ്ങളോട് ചേർന്ന് നിന്ന് പോകേണ്ടവരാണ് മാധ്യമ പ്രവർത്തകർ. സോ മാം എങ്ങനെയാണ് മാമിന്റെ ഈ ഒരു മാധ്യമ പ്രവർത്തനത്തെ ചിട്ടപ്പെടുത്തിയെടുത്തത്? ഇപ്പം മനുഷ്യവികാരങ്ങളോട് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന എല്ലാ ന്യൂസ് ബേസ്ഡ് സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ന്യൂസ് ബേസ്ഡ് സ്റ്റോറീസ് നമ്മൾ ജേർണലിസ്റ്റിക് ലാംഗ്വേജിൽ പറയും. പക്ഷെ അത് സ്റ്റോറീസ് അല്ല, ലൈഫാണ് അല്ലേ. ആ ലൈഫുകളെല്ലാം നമ്മളുടെ ചുറ്റും കാണുമ്പോൾ നമുക്ക് തൊട്ടടുത്ത വീടുകളിലുള്ള ആളുകളായിട്ട് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളെ സഹോദരങ്ങളോട് കണക്ട് ചെയ്യാം അല്ലേ. ഒരു സൊസൈറ്റിയിൽ വരുന്നത് നമ്മുടെ നേരെ ഇപ്പോൾ പ്രധാനപ്പെട്ട ഇപ്പോൾ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്ന് പറയല്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങളിൽ ഒന്ന് നടന്നതാണ് പൗരത്വ ബില്ലിനെതിരെ ഉണ്ടായിരുന്ന പ്രക്ഷോഭം. ഡൽഹിയിലൊക്കെ വലിയ രീതിയിൽ ആ പ്രക്ഷോഭത്തിൽ സ്റ്റുഡൻസ് വലിയ രീതിയിൽ തെരുവുകളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഇപ്പോൾ ഉമർ ഖാലിദിനെ പോലെയുള്ള ആളുകൾ ഇന്നും ജയിലിലാണ്. അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്യുന്നത് പിന്നെ മനുഷ്യപക്ഷത്ത് നിന്ന് നമ്മളെ ചിന്തിപ്പിക്കാനാണ്. ഇപ്പൊ കേരളത്തിലെ അവസ്ഥയിലേക്ക് ഇപ്പൊ UAPA കേസുകളിൽ പെടുന്ന പാലൻ
താഹ എന്ന് പറഞ്ഞ രണ്ട് പേരെ UAPA കേസിൽ പെടുത്തി. അപ്പോൾ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്തു. ഇപ്പൊ നമുക്ക് അറിയുന്ന കുട്ടികളാണ്. അപ്പൊ ഇതെല്ലാം സ്റ്റേറ്റ് ആണെങ്കിലും വേറൊരു രീതിയിലുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ അതൊക്കെ നമ്മുടെ ചുറ്റും റിലേറ്റഡ്. അപ്പം വികാരങ്ങളെന്നല്ല, നമ്മൾ അനുഭവിക്കുന്ന എല്ലാം നമ്മളുടെ ന്യൂസിലും ഉണ്ട്. ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരു ഇവന്റ് ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെയാണ് ഒരു വാർത്തയായിട്ട് രൂപീകരിക്കുന്നത്, അതായത് അതിന്റെ ആ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ്, അതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് വാർത്ത നമ്മൾ ഒരിക്കലും രൂപീകരിക്കല്ല. വാർത്ത സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിൽ നിന്ന് ഉണ്ടാവുകയാണ്. ഇപ്പൊ പെട്ടെന്ന് റിലേറ്റഡ് ആവാൻ ഞാൻ ലോക വാർത്തകളിലേക്ക് തന്നെ പറയാണെന്ന് വിചാരിക്കും. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം, അതൊരു രൂപീകരണം ഇല്ലല്ലോ ആ വാർത്ത. നിങ്ങൾക്ക് ആ വിഷ്വല് നിങ്ങളെ മുന്നിൽ വരുമ്പോൾ, രാവിലെ നിങ്ങൾ പത്രം എടുത്ത് വായിക്കുമ്പോൾ അതിൽ മാധ്യമപ്രവർത്തകന്റെ അല്ലെങ്കിൽ വേറൊരു തരത്തില് ക്രിയേറ്റീവായിട്ട് ഡയറക്റ്റ് ചെയ്യണ, പ്രൊഡ്യൂസ് ചെയ്യണ, ന്യൂസായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ ഒന്നും കയ്യിൽ നിന്ന് അവർ രൂപീകരിക്കണല്ല. അത് റിയാലിറ്റിയാണ്. ആ റിയാലിറ്റിയാണ് നമ്മൾ ലോകത്തിന്റെ മുന്നിലേക്ക് മാധ്യമപ്രവർത്തനത്തിലൂടെ കാണിക്കുന്നത്, അവിടെ നടക്കുന്ന സംഭവങ്ങൾ. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അയ്യപ്പ സംഗമത്തിനെ തുടർന്നുണ്ടായിരുന്ന വാർത്തകൾ, ഇത് അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് രൂപീകരിക്കുന്നു എന്നുള്ള ആരോപണം വരാം. ചിലപ്പോൾ ഇന്നിപ്പോ അതിന് CPM-ന്റെ സെക്രട്ടറി നിഷേധിച്ചിട്ടുണ്ട്. നമ്മളുടെ മുന്നിലൊക്കെ വന്ന ഒരു വിഷ്വൽ എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞ കുറേ കസേരകളാണ് അല്ലെ. ആ കസേരകളെ നമുക്ക് രണ്ട് രീതിയിൽ കാണിക്കാം. അത് AI നമുക്ക് എന്തും ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ ഒഴിഞ്ഞ കസേരകളെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു എന്ന് അവർ ആരോപിക്കുന്നത് പോലെ ആരോപിക്കാം. അതേസമയം അവിടെ ആളുകൾ കുറഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യമെങ്കിൽ അതും അതിൽ വരാം. അപ്പം ഈ രണ്ട് രീതിയിലാണ് നമ്മളുടെ വാർത്തകളെ നിങ്ങൾ എങ്ങനെയാണ് ആംഗിൾ ചെയ്യുന്നത്. അപ്പം ഓരോ വ്യക്തികളും അല്ലെങ്കിൽ ഓരോ പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ ഓരോ മാധ്യമ സ്ഥാപനങ്ങൾക്കും ഓരോ കാഴ്ചപ്പാടുണ്ട്. അപ്പം വാർത്തകളെ, ഇത്തരത്തിലുള്ള വാർത്തകൾ അല്ലാതെ റിയൽ വാർത്തകളിൽ രൂപീകരണമില്ല. അപ്പോൾ ഇങ്ങനെ കാണുന്ന വാർത്തകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് പറയാം, ഞാൻ കാണുന്നതായിരിക്കില്ല നിങ്ങൾ കാണുന്നത്. അത്തരം ഡിഫറൻസ് അങ്ങനെ വരാം. അല്ലാതെ വാർത്ത എന്ന് പറയുന്നത് അത് സത്യമാണ്, അത് യാഥാർത്ഥ്യമാണ്. നമ്മളൊരു ഇൻഫർമേഷൻ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അത് എത്രത്തോളം എക്യുറേറ്റ് ആണ് എന്നുള്ളത് എങ്ങനെയാണ് എൻഷുർ ചെയ്യുക? ഞാൻ ഇപ്പോൾ ടെലിവിഷൻ മാധ്യമത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഈ ആക്യുറസി അല്ലെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ളൊരു മേഖലയാണ് അല്ലേ ടെലിവിഷൻ. നിങ്ങൾ ഇപ്പോൾ വീട്ടിലിരുന്നിട്ട് TV കാണുമ്പോൾ നിങ്ങളെ കയ്യിൽ പൊതുവെ പറയുന്ന മലയാളിയുടെ പരമമായ പുച്ഛത്തോടെയുള്ള ഒരു വികാരത്തിൽ ഇരുന്നിട്ട് ഈ TV കാണുമ്പോൾ റിമോട്ടിൽ നിങ്ങൾക്ക് ഇതെല്ലാം മാറ്റി കാണാം അല്ലേ. അപ്പോൾ ആക്യുറസി എന്ന് പറയുന്നത് അത്ര അങ്ങോട്ട് ശാഠ്യം പിടിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ബ്രേക്കിംഗ് ന്യൂസിൽ വന്നത് നമുക്ക് തിരുത്തി പറയേണ്ടി വന്നിട്ടുണ്ടാവാം അല്ലേ, തിരുത്തി പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമുക്ക് കിട്ടുന്ന വാർത്ത ഫീൽഡിൽ നിന്ന് കിട്ടുന്നതനുസരിച്ചായിരിക്കും പോവുക. കുറച്ചും കൂടെ അത് ഡെവലപ്പ് ചെയ്യുമ്പം അതിൽ മാറ്റങ്ങൾ വരാം. ആ മാറ്റങ്ങളെ നമ്മൾ ഉൾക്കൊള്ളും. പക്ഷെ നിങ്ങൾക്ക് അത് ഫൈനലായിട്ട് നമ്മൾ ഒരു വാർത്താ ബുള്ളറ്റിൻ്റെ ഒരു എന്താ പറയുക പ്രൈം വാർത്താ സമയം ഉണ്ടാകും, 6 മണി അല്ലെങ്കിൽ രാത്രി 10 മണി എന്നുള്ള ആ ബുള്ളറ്റിനിലേക്കൊക്കെ വരുമ്പോഴേക്ക് അതിൻ്റെ ഒരു രൂപം വരും, അത് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്. അപ്പോൾ ശരിക്കും സത്യമായിട്ടുള്ള യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള വാർത്ത തന്നെയാണ് നമ്മളെ മുന്നിൽ വരിക. അതിന് മുമ്പ് തെറ്റ് പറ്റാം. ഫീൽഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനിൽ ചിലപ്പോൾ പാളിച്ചകൾ വരാം. 21ാം നൂറ്റാണ്ടില് മാധ്യമ രംഗത്തും മാധ്യമ പ്രവർത്തകർക്കും ഉണ്ടായിട്ടുള്ള പലതരം മാറ്റങ്ങളുണ്ട്. സോ മാം എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അത് മാധ്യമപ്രവർത്തകർക്ക് മാറ്റം എന്നല്ല, നമ്മുടെ സൊസൈറ്റിയുടെ ഒരു മാറ്റം കൂടെ. അപ്പൊ പോസ്റ്റ് ട്രൂത്ത് എന്ന് പറഞ്ഞ ഒരു കാലം, സത്യാനന്തര കാലം എന്ന് നമ്മൾ പറയും, ആ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ കാലത്ത് ജീവിക്കുമ്പോൾ നമുക്ക് വാർത്തകളെ എങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ഭരണകൂടം ആലോചിക്കുന്ന രീതിയിൽ നമുക്ക് വാർത്ത കൊടുക്കാം. അതിന് വിരുദ്ധമായി വാർത്ത കൊടുക്കുമ്പോൾ അതിൽ പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇന്ന് നമ്മളുടെ ഇന്ത്യയിൽ അല്ലേ, നമ്മളുടെ ഭരണകൂടത്തിനെതിരെ വാർത്ത കൊടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കൊടുത്തവർക്കൊക്കെ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അല്ലേ, പല രീതിയിലുള്ള പ്രയാസങ്ങൾ നേരിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോസ്റ്റ് ട്രൂത്ത് എന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കാത്തത് നിങ്ങൾ ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നതുകൊണ്ടാണ്. ആ വാർത്തകൾ നിങ്ങൾ വായിക്കുന്നതോടെ 3 ടേം അധികാരത്തിൽ വന്ന ഒരു ഭരണകക്ഷിയുടെ ഒരു പ്രൈം മിനിസ്റ്റർ ഇന്ന് വരെ ഒരു വാർത്താ ലേഖകരെ അല്ലെങ്കിൽ ഒരു മീറ്റ് ദി പ്രസ് എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടില്ല.
അദ്ദേഹം വിളിക്കുന്ന ആളുകളുടെ മുന്നിൽ അദ്ദേഹത്തിന്റെ എഴുതി കൊടുത്ത ചോദ്യങ്ങൾ ചോദിച്ചു പോരുക എന്നല്ലാതെ മീറ്റ് ദി പ്രസ് എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഒരു ഭരണാധികാരിയും അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരു കാലത്തും കൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അത് വലിയൊരു മാറ്റമാണ്. അപ്പോൾ നിങ്ങൾ പറയുന്നത് മാത്രം കേൾക്കുക എന്നുള്ള രീതിയിലേക്ക് നിങ്ങളൊരു സൊസൈറ്റിയെ അല്ലെങ്കിൽ സമൂഹത്തിലെ മറ്റുള്ള അല്ലെങ്കിൽ ജനങ്ങളെ മാറ്റുന്ന ഒരു പ്രോസസ്സിന് മീഡിയ, നാഷണൽ മീഡിയ എന്ന് നമുക്ക് പറയാം, അതിനൊരു ടൂൾ ആവുന്നുണ്ട്. ആ ഒരു കാലത്തിന്റെ മാറ്റമാണ്. ആ കാലത്തിന്റെ മാറ്റത്തിന് ഒരുപാട് കാരണങ്ങളും ഉണ്ട്. എല്ലായിടത്തും പലതരം പ്രതിസന്ധികൾ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്നുണ്ട്. സോ നമ്മുടെ മാധ്യമ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തെല്ലാമാണ്? മാധ്യമരംഗത്ത് സ്ത്രീകൾ വെല്ലുവിളികൾ നേരിടുന്നതിനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ എല്ലാ കാലത്തും നടന്നിട്ടുണ്ട്. അത് എന്ന് വെച്ചാൽ അത് നമ്മളൊരു പാട്രിയാർക്കൽ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടത്. പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ മാധ്യമപ്രവർത്തകർ മാത്രമല്ല, ഏത് ജോലിയിലേക്ക് വരുന്ന സ്ത്രീയും സഫർ ചെയ്യുന്നുണ്ട് അല്ലെ. അവർക്ക് എപ്പോഴും രണ്ട് തരത്തിലുള്ള റോളാണ് സൊസൈറ്റി കൊടുത്തിരിക്കുന്നത്. നമ്മളെ വ്യവസ്ഥിതി എപ്പോഴും കുടുംബം അല്ലെങ്കിൽ കുട്ടികളുടെ പരിപാലനം അതെല്ലാം സ്ത്രീയാണ് എന്നുള്ളൊരു ധാരണ. അതിന് കുറേ മാറ്റം വന്നിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും അതിന്റെ പേഴ്സൻറ്റേജ് വളരെ കുറവാണ്. ആ കുറവിൽ നിന്ന് അതിന്റെ അകത്ത് നിന്നാണ് പൊരുതുന്നത്. അത് മാധ്യമപ്രവർത്തകരാകുമ്പോൾ കുറച്ചുകൂടെ പ്രയാസമാവും. മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം സമയം കാലം ഒന്നും ഇതല്ല. ചിലപ്പോൾ നമ്മൾ റിപ്പോർട്ടിങ്ങിന് പോണ ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് ആ ജോലിയുടെ ഒരു സ്വഭാവം. അപ്പം കൃത്യമായിട്ട് നമ്മളുടെ എന്താ പറയാ, ചെറിയൊരു കൈക്കുഞ്ഞുള്ള ഒരമ്മ ജോലിക്ക് വന്നാൽ അല്ലെങ്കിൽ ഇത്തരം ജോലിക്ക് വരുമ്പം അവരുടെ ഒരു മെന്റൽ ട്രോമ ഉണ്ട്. ഈ ജോലിയോടുള്ളൊരു ആത്മാർത്ഥതയും അവരുടെ ഒരു പാഷനും ഒക്കെ നിൽക്കുമ്പോൾ തന്നെ ആ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ എൻ്റെ കുടുംബം അല്ലെങ്കിൽ എൻ്റെ സ്കൂളിൽ പോയ കുട്ടി എന്നുള്ളൊരു ആംഗിള് അപ്പുറം ചിന്തിക്കുമ്പം അവരുടെ ക്രിയേറ്റിവിറ്റി അത് ബാധിക്കും. ഒരു പക്ഷേ ഇതൊന്നും പുരുഷന് ബാധകമല്ല. പുരുഷന് ഒരു പക്ഷേ ഫാമിലിയൊക്കെ ഉണ്ടാവും. പക്ഷെ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇതിനെല്ലാം ഡിറ്റാച്ച്ഡ് ആയിട്ട് വേറൊരു ലോകത്തേക്ക് പോവുകയാണ്. അവിടെ കുറച്ചുകൂടെ ആക്റ്റീവായിട്ടോ കാര്യങ്ങളെ കാണാൻ സ്ത്രീക്ക് എപ്പോഴും മെന്റൽ ട്രോമ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രോമയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നാണ് ഞാൻ പറയാം. ഈ പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ സ്ത്രീ അനുഭവിക്കുന്നത് അതിനൊരു മാറ്റം വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് കുറച്ചൊക്കെ ഇങ്ങനെ മാറി വരുന്നു, കുറച്ച് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. നമ്മൾ കുറച്ച് സോഷ്യൽ മീഡിയയിൽ കാണുന്ന കുറെ പ്രൊഫൈലിൽ വരുന്ന മാറ്റങ്ങൾ സൊസൈറ്റിയുടെ മാറ്റമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. സൊസൈറ്റി മാറണമെങ്കിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വേണം. 70th രാംനാഥ് ഗോയങ്ക അവാർഡ്, അതുപോലെ അംബേദ്കർ മീഡിയ അവാർഡ്, റെൻഡിങ് അവാർഡ്, ഇങ്ങനെ ഒരുപാട് അവാർഡ്സ് മാമിന് ലഭിച്ചിട്ടുണ്ട്. സോ എങ്ങനെയാണ് ഈ ഒരു അവാർഡിലോട്ട് മാം സെലക്ട് ചെയ്യപ്പെട്ടത്? മാമിന്റെ ഒരു അനുഭവം ഞങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമോ? ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഇതൊന്നും ഒരു രാംനാഥ് ഗോയങ്ക അവാർഡൊന്നും ഇതിന് കിട്ടുന്നൊന്നും പ്രതീക്ഷിച്ചായിരിക്കില്ല ചെയ്യുക. അപ്പോൾ ഞാൻ ഒരു സബ്ജക്റ്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിലേക്ക് എത്തിപ്പെടാനുള്ള വഴികൾ, ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ, അതൊക്കെ കുറെ ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ ഗോയങ്ക അവാർഡ് കിട്ടിയതിനെ കുറിച്ച് പറയാം. അത് ട്രൈബൽസിന്റെ, ഇപ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രാഗ്തന ഗോത്ര വിഭാഗമായിട്ടുള്ള ചോല നായ്ക്കർ എന്ന് പറഞ്ഞ ട്രൈബ്, അവരെ അങ്ങനെ ഇതാക്കിയിട്ടാണ് സർക്കാർ കൊണ്ടുവരുന്നത്. അത്രയും കുറഞ്ഞ പോപ്പുലേഷനിലുള്ള അവരെ പ്രൊട്ടക്ട് ചെയ്തിട്ട് നിലമ്പൂരിലെ കരുളായി ആ മേഖലകളിൽ അവരങ്ങനെ അധിവസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ കാണാൻ എത്തുക എന്നുള്ളത് പോലും എളുപ്പമല്ല. പ്രത്യേകിച്ച് ഞാൻ ആ കോവിഡ് കഴിഞ്ഞ ആ സമയങ്ങളിലൊക്കെയാണ് ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആ ആലോചന നടക്കുന്ന സമയത്ത് കോവിഡിനെ തുടർന്ന് ഒരാളെ അങ്ങോട്ട് കടത്തിവിടുണ്ടായിരുന്നില്ല. മാത്രമല്ല പെരിന്തൽമണ്ണ സബ് കളക്ടറുടെ അടുത്ത് നിന്ന് പെർമിഷൻ വാങ്ങിയിട്ട് ഇവിടെ നിലമ്പൂരിലെ അവിടുന്ന് നമ്മൾ DFOയുടെ പെർമിഷനും എടുത്തതിന് ശേഷം മാത്രം, പല പ്രാവശ്യം ഞാൻ അതിന് പെർമിഷൻ കൊടുത്തിട്ട് കിട്ടിയില്ല. എന്നുവെച്ചാൽ അവര് വേർജിനായിട്ടുള്ള ഒരു ജനതയാണ്. അവർക്ക് വേറെ ആളുകളായിട്ട് മിങ്കിൾ ചെയ്തിട്ടില്ല. നമ്മളാണെങ്കിൽ അങ്ങനല്ല. നമ്മൾ പല ഡിസീസായിട്ട് ആയിരിക്കും നമ്മളുടെ സൊസൈറ്റിയിലിരിക്കുക. അപ്പോൾ നമ്മളെ പോലത്തെ ഒരു സ്ട്രേഞ്ചർ എന്ന് തന്നെ പറയാം. അവരുടെ അടുത്ത് പോകുമ്പോൾ അവരെ വെർജിനിറ്റിയെ ബാധിക്കരുത് എന്നുള്ളതുകൊണ്ട് നമുക്ക് പെർമിഷൻ കിട്ടിയില്ല. പിന്നെ പല പ്രാവശ്യം ഞാൻ അതിന്റെ പുറത്ത് തന്നെ അവരോട് റിക്വസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അതും എനിക്ക് മുമ്പുണ്ടായിരുന്ന, ഞാൻ ഓർക്കുന്നത് ഇപ്പം കോഴിക്കോട് തന്നെ മനോരമയുടെ ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള മനോരമയുടെ പി മുസ്തഫ, പിന്നെ അജീബ് കോമാച്ചി ഫോട്ടോഗ്രാഫേഴ്സ്, അവരൊക്കെയാണ്
പിന്നെ നിലമ്പൂരിൽ മാഞ്ചേരി കോളനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവരെ കൊണ്ടുവരിക. ഇവരെല്ലാ ബുധനാഴ്ചയും അവിടെ വന്നിട്ടാണ് സർക്കാർ കൊണ്ടുവരുന്ന ഭക്ഷ്യധാന്യങ്ങളൊക്കെ വാങ്ങുന്നത്. അത് കഴിഞ്ഞിട്ടും ഉൾക്കാടുകളിലാണ് ഇവർ അധിവസിക്കുന്നത്. അവിടേക്ക് എനിക്ക് പോകാൻ പറ്റിയില്ല, അവിടേക്കുള്ള പെർമിഷൻ തന്നിട്ടില്ല, ഇപ്പൊ ആർക്കും കൊടുക്കുന്നില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പി മുസ്തഫയെ പോലുള്ളവർ, അജീബ് കൊമാച്ചിയെ പോലുള്ളവരൊക്കെ അവര് ഈ ഫോറസ്റ്റ് ഓഫീസേഴ്സിനായിട്ട് ബന്ധപ്പെട്ട് അന്നൊക്കെ പെർമിഷൻ വാങ്ങിയിട്ട് കാടുകളിലൂടെ നടന്ന് അവിടെ പോയി പാറയില് അവര് ഗുഹാവാസികളാണല്ലോ, അവിടെ തന്നെ കിടന്ന് അത്രയും അന്നൊന്നും എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള ശല്യമോ വന്യ ജീവികളുടെ ശല്യങ്ങളോ ആക്രമണങ്ങളോ ഒന്നും ഇല്ല. ഇന്ന് ആളുകൾ ഭയക്കും അവിടെ പോയി രാത്രി അവർക്ക് പറ്റുമായിരിക്കും. എന്നിട്ട് പോലും പിന്നെ ഞാൻ ഈ ഡോക്യുമെന്ററിയിൽ കൊണ്ടുവന്ന മാതൻ എന്ന് പറഞ്ഞ ആള് പ്രായമുള്ളൊരു പിന്നെ ആളാണ്. ആളെ ചവിട്ടി കൊന്നിട്ടുണ്ട്, ആന ചവിട്ടി കൊന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് ആനയുടെ ചൂരും ആന നടക്കുന്നതും എല്ലാം അറിഞ്ഞിട്ട് പോലുമാണ് അത്തരം സംഭവം. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഈ പെർമിഷൻ എടുത്തതിന് ശേഷം ഇവിടെ 3 പ്രാവശ്യമാണ്, അത് ബുധനാഴ്ചകളിൽ മാത്രം. അപ്പൊ എന്നോട് ഇവരെ ഇടയിൽ തന്നെ റിസർച്ച് തലത്തിൽ വരെ എത്തിയിട്ട് കുസാറ്റിൽ റിസർച്ച് ചെയ്യുന്ന വിനോദ് എന്ന് പറഞ്ഞ ഇവരെ ട്രൈബിൽ നിന്ന് വന്ന വിനോദിന്റെ അടുത്താണ് ഞാൻ പല പ്രാവശ്യവും ഈ ആവശ്യം ഉന്നയിക്കുന്നത്. അപ്പൊ വിനോദ് എന്നോട് പറഞ്ഞ് ഒരു കാരണവശാലും ക്യാമറ കണ്ടാൽ അവർ സംസാരിക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മലയാളം പോലും അവർക്ക് ഫോറിൻ ലാംഗ്വേജാ, അവരെ ട്രൈബൽ ലാംഗ്വേജ് ആണ് അവരുടെ ലാംഗ്വേജ്. നമ്മൾ പറയണ മലയാളം അവർക്ക് ഫോറിൻ ലാംഗ്വേജാ. അവർക്ക് പെട്ടെന്ന് അവര് ക്യാമറയിൽ ഒന്നും സംസാരിക്കില്ല, നിങ്ങൾ വന്നോളൂ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ക്യാമറ ഏറ്റവും അതിനു മുമ്പ് ആർട്ടിക്കിൾ പലതും വന്നിട്ടുണ്ട്. ഇപ്പൊ മനോരമയിലാണെങ്കിലും പല പത്രങ്ങളിലാണെങ്കിലും ഇവരുടെ ലൈഫിനെ കുറിച്ചിട്ട് ഇപ്പൊ നമ്മൾ പോയി കണ്ടിട്ട് നമുക്ക് അവരെ രീതികൾ എഴുതാൻ പറ്റും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം വിഷ്വലിൽ വരിക എന്നുള്ളത് വലിയ ടാസ്ക് ആയിരുന്നു. അപ്പൊ ഇവരെ കൊണ്ട് സംസാരിപ്പിക്കണമല്ലോ നമുക്ക് വിഷ്വലിലേക്ക് വരാൻ. അപ്പൊ ഞാൻ വിനോദിനോട് പറഞ്ഞു കുഴപ്പമില്ല, ആദ്യത്തെ ദിവസമാണെങ്കിലും പിന്നെ നമ്മൾ വരാം. അങ്ങനെ ആദ്യത്തെ ദിവസം നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഒന്നുമില്ല. അതുകൊണ്ട് സാധാരണ നമ്മളുടെ ഒരു മീഡിയയിൽ തന്നെ ഉള്ള ഒരു വണ്ടി, സാധാരണ ഒരു വണ്ടിയാണല്ലോ, അതെടുത്ത് നമ്മൾ ടവേര ആയിരുന്നു തോന്നുന്നു വാഹനം. ആ ടവേരയിൽ ക്യാമറാമാനും ഞാനും പിന്നെ ഡ്രൈവറും കൂടെ പോയി. അപ്പോൾ DFO ആദ്യം അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, ചെക്ക് പോസ്റ്റിന്റെ അവിടെ നിന്ന് അവർ പറഞ്ഞു നിങ്ങൾ അങ്ങനെ വിടാൻ പറ്റില്ല, നിങ്ങളെ കൂടെ ആളുകൾ വേണം. അപ്പോൾ നമ്മളുടെ വിചാരം നമ്മളെ കൂടെ വണ്ടി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അവര് ഫോറസ്റ്റ് ഗാർഡായിട്ടുള്ള ഒരാളെ നമ്മളെ വണ്ടിയിൽ കയറ്റി. അന്ന് ആ വണ്ടി ആയതുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. പിന്നെ പോകുമ്പോഴൊക്കെ നമ്മൾ അവിടുന്ന് ജീപ്പ് ഹയർ ചെയ്തിട്ടാണ് പോയത്. എന്ന് വെച്ചാൽ ആ വഴി അങ്ങനാണ്, 2 ഭാഗത്തും കാടാണ്, അതിന്റെ ഇടയിൽ കൂടെ ഇവർ പോണ ആ ട്രാക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഉൾവനത്തിൽ ഈ മാഞ്ചേരി കോളനി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളെത്തി. വിനോദ് പറഞ്ഞ പോലെ തന്നെ ക്യാമറ ഒന്നും എടുക്കാൻ പോലും പറ്റിയില്ല. ക്യാമറ നമ്മളെ കണ്ടപ്പോൾ തന്നെ അവര് പല വഴിക്ക് മാറി. ആൺകുട്ടികളാണ്, പെൺകുട്ടികൾ വളരെ കുറവേ ഉണ്ടായുള്ളൂ. അപ്പൊ ആദ്യത്തെ ദിവസം നമ്മൾ ചെയ്തത് എന്താ വെച്ചാല് ക്യാമറാമാന് വിഷ്വൽസ് ഇങ്ങനെ എടുത്തു. ഞാൻ അവരെ ഒരു സൗഹൃദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സംസാരിച്ചു, അവരുടെ അടുത്തൊക്കെ പോയി സംസാരിച്ചു. അവര് ഭക്ഷണം കഴിക്കണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ച് ഒരു റാപ്പ് ഉണ്ടാവണല്ലോ നമ്മൾ തമ്മിൽ. അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി. ആദ്യത്തെ ദിവസം ഒന്നും നടന്നില്ല. കുറച്ച് വിഷ്വൽസ് എടുത്തിട്ട് ഞങ്ങൾ മടങ്ങിപ്പോന്നു. പിന്നെ രണ്ടാമതും പോയിട്ടാണ് പിന്നെ അവർക്ക് എന്നെ കണ്ട് വന്നിട്ടുണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് പിന്നെ ഞാൻ ക്യാമറ വെച്ചു അവരുടെ അടുത്ത്. അപ്പൊ ഈ എഡ്യൂക്കേഷനെ കുറിച്ചാണ് അവരോട് ചോദിക്കുന്നത്. അവര് 12ാം ക്ലാസ്സിൽ വരെ വന്നിട്ട് അവിടെ ഇന്ദിരാഗാന്ധി റെസിഡൻഷ്യൽ സ്കൂൾ ഉണ്ട്, മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ. അവർക്ക് അവിടെ ഹോസ്റ്റൽ സൗകര്യം ഒക്കെ സർക്കാർ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പോലും 12ാം ക്ലാസ് വരെ എത്തിയിട്ട് അവർ ഡ്രോപ്പ് ഔട്ട് ആവുകയാണ്. തിരിച്ച് അവർ കാട്ടിലേക്ക് പോവാണ്. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പോകുന്നത് എന്നുള്ളൊരു അന്വേഷണമായിരുന്നു അത്. അക്ഷരം പൂക്കാത്ത കാട്ടുചോലകൾ എന്നായിരുന്നു പ്രോഗ്രാമിന്റെ പേര്. എന്തുകൊണ്ടാണ് ഇവിടെ അക്ഷരം പൂക്കാത്തത് എന്നുള്ളൊരു അന്വേഷണം. അപ്പോൾ ഈ കുട്ടികളോട് ഞാൻ ഇവരെ പേരെടുത്തിട്ട് ചോദിക്കും എന്താണ് സ്കൂൾ പഠിച്ചോ എന്താ. അപ്പൊ അവര് ഒറ്റ ഇല്ല ഇല്ല താല്പര്യം അങ്ങനെ പറയുള്ളൂ. നമുക്കൊരു സെന്റൻസ് ആയിട്ടൊരു സാധനം പറഞ്ഞ് കിട്ടിയാലല്ലേ ഇതില്. അപ്പൊ അത് അടുത്ത ടാസ്ക് അതായിരുന്നു, അവരെ കൊണ്ട് പറയിപ്പിക്കാന്നുള്ളത്. എന്നിട്ട് ഞാൻ പല പ്രാവശ്യം ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് അവരിങ്ങനെ പറഞ്ഞ് ഇടയ്ക്ക് വരും. അത് എഡിറ്റിങ്ങിൽ തന്നെ കുറച്ചൊന്ന് പറഞ്ഞ് അങ്ങനെ അത് ആ ഡോക്യുമെന്ററി കണ്ടാൽ അറിയാം. ഞാൻ ചോദിക്കുമ്പോൾ അവരില്ല, താല്പര്യമില്ല, സ്കൂളിൽ പോവില്ല. അപ്പൊ എന്താണ് ഇഷ്ടം? കാടാണ് ഇഷ്ടം. അങ്ങനെ ഉണ്ടല്ലോ ആ ഒരു രീതി. ചില ഭാഗത്ത് അങ്ങനെ തന്നെ ഇന്റർവ്യൂ മോഡലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരുടെ
നമ്മൾ വിചാരിക്കുന്ന അവർക്ക് വിദ്യാഭ്യാസം കൊണ്ട് അവരെ നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ അവർക്ക് അത് താല്പര്യമില്ല. അവരെ കാട്ടുചോലകളും ഒരാൾ എന്നോട് പറഞ്ഞ റീസൺ എന്താ വെച്ചാല് അവിടെ പൈപ്പാണ് കുളിക്കാന്. അവിടെ എങ്ങനെയാ കുളിക്കുക? അവർക്ക് പൈപ്പിന്റെ അടിയിൽ നിന്ന് ബക്കറ്റിൽ നിന്ന് വെള്ളം എടുത്ത് കുളിച്ചിട്ട് അവർക്ക് ശീലമില്ല. അവര് കാട്ടിലൂടെ അധിവസിച്ച മനുഷ്യരാ. അവര് നഗ്നത അവിടെ ഒരു പ്രശ്നമല്ല. വിനോദ് അതാ പറയുന്നത്. വിനോദ് കുസാറ്റിൽ ഒരു ഗവേഷണ വിദ്യാർത്ഥിയായി ചെല്ലുമ്പോൾ പിന്നെ വിനോദിന് ഏറ്റവും പ്രശ്നം ഉണ്ടായത് അണ്ടർവെയറുകൾ ഉണ്ടായിരുന്നില്ല മാറ്റിയിടാൻ. നമ്മള് ഒന്നും അതിനെക്കുറിച്ച് ബോധമില്ല. നമുക്ക് പലതരത്തിലുള്ള ഡ്രസ്സുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അവർക്ക് ആ ഹോസ്റ്റലിൽ നിൽക്കണമെങ്കിൽ നമ്മളുടെ കൂടെ ഉള്ള കുട്ടികളെ പോലെയുള്ള അണ്ടർവെയറുകൾ ഇല്ല എന്നുള്ളത്. അത് ഗവേഷണ വിദ്യാർത്ഥിയായിട്ടാണ് വിനോദ് ചെല്ലണത്. അപ്പൊ മറ്റുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് പറയണത് ഈ കാട്ടുചോലയിൽ പോയിട്ട് കുളിച്ച് കാടുണ്ട്, കാടിന്റെ സൗന്ദര്യം ഉണ്ട്, അത് വിട്ടിട്ട് ഒരു ബിൽഡിങ്ങിലാണ് അവർ പോയി നിൽക്കണത് എന്നുള്ളത് അവരുടെ സങ്കടം. അപ്പൊ പിന്നെ അവർക്ക് ഡ്രീം എന്താന്ന് ഞാൻ ചോദിച്ചു അവരോട് ഡ്രീം ചോദിച്ചപ്പോ അവര് പറഞ്ഞ് അവര് കണ്ടതിൽ ഏറ്റവും വലിയ ജോലി എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഗാർഡാ. സർക്കാർ കൊടുക്കണ ജോലിയാണ്. അപ്പൊ ഫോറസ്റ്റ് ഗാർഡാകുമ്പോ അവർക്ക് കാട് വിടണ്ട, അവിടെ ഗാർഡിന്റെ പണിയെടുത്തിട്ട് ചുറ്റിപ്പറ്റി നിൽക്കാം. അതാണ് അവര് ആ ജോലി കിട്ടുക എന്നുള്ളത് അവര്. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ 12ാം ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കാനോ അതൊന്നും അവര്. അന്ന് ഞാന് അവിടെ ചെന്ന് പിന്നെ 3ാമത്തെ പ്രാവശ്യം ഞാൻ ചെല്ലുമ്പോൾ പരിഷത്തിന്റെ ആളുകൾ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ പരിഷത്തിന്റെ ആളുകള് അവരായിട്ട് അതുപോലെ തന്നെ ഇവരും ഉണ്ടായിരുന്നു, സാക്ഷരതാ പ്രവർത്തകരായിട്ട് ബന്ധപ്പെട്ട ആളുകൾ. അപ്പൊ അവര് ഇവർക്ക് ബദൽ സ്കൂളാണ് വേണ്ടത് എന്നുള്ള ഒരു ആശയം അങ്ങനെ പരിഷത്തുകാർ പറഞ്ഞപ്പോ ഈ ട്രൈബ്സിന്റെ ഇടയിൽ നിന്ന് തന്നെ IAS ഓഫീസറായി വന്ന ഒരാളാണ് ശ്രീധന്യ സുരേഷ്. അപ്പൊ ഇവരുടെ ട്രൈബ്സായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് ഞാൻ അവരോട് ഇങ്ങനെ ഇതിന്റെ ഭാഗമായിട്ട് സംസാരിച്ച് ബൈറ്റ് എടുക്കുമ്പോൾ അവരെന്നോട് പറഞ്ഞ് പിന്നെ ബദൽ സ്കൂൾ ഒരിക്കലും പോസിബിൾ അല്ല. കാരണം എന്താ വെച്ചാല് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം മലയാളം തന്നെ ഒരു ഇതാണ്, അവർക്ക് ഫോറിൻ ലാംഗ്വേജ്. അപ്പൊ ഇംഗ്ലീഷ്, ഹിന്ദി ഇതെല്ലാം അറിയുന്ന കുട്ടികളാണ് ഇവര് മത്സരിക്കാൻ പോണ പുറത്തുള്ളത്. അപ്പൊ അവരെ ആ രീതിയിൽ നമ്മൾ ഇട്ടിട്ട് ഈ ലോകത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവർക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഈ രീതിയിലുള്ള ഒരു പഠനത്തിൽ തന്നെയാണ് നമുക്ക് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ആശയമാണ് അവർ മുന്നോട്ട് വെച്ചത്. അപ്പൊ അത്തരത്തിലുള്ള ഇങ്ങനെയൊക്കെ നമ്മൾ ഡോക്യുമെന്ററി ചെയ്യുമ്പോൾ ആ ഡോക്യുമെന്ററിയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് ഇങ്ങനെ സമൂഹത്തിൽ കിടക്കുന്ന ഒരു വിഭാഗം ആളുകളുടെ പ്രശ്നങ്ങളും അതിനെങ്ങനെ പരിഹാരം കാണാൻ പറ്റും, അല്ലെങ്കിൽ അവരെങ്ങനെ മെയിൻ സ്ട്രീമിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള ഒരു ആലോചനകളും കൂടെ ആയിരുന്നു ആ ഡോക്യുമെന്റ്. പിന്നെ ഒപ്പം തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഇത് ഞാൻ ചെയ്തതിൽ അട്ടപ്പാടിയിലെ സ്ത്രീകളുടേതാണ്. അട്ടപ്പാടിയിൽ നമുക്കറിയാം, അട്ടപ്പാടിയിൽ ശിശുമരണം എപ്പോഴും നമ്മൾ വാർത്തയിൽ കാരണം അത് എന്തുകൊണ്ടാന്നുള്ളൊരു അന്വേഷണമായിരുന്നു. അത് ഈ ഗർഭിണികളായ സ്ത്രീകൾ, അവിടുത്തെ സ്ത്രീകളുടെ പോഷകാഹാരക്കുറവ്, അവരുടെ ഭക്ഷണം, അവരെന്ത് കഴിക്കുന്നു. അപ്പൊ അവിടെ സമൂഹ അടുക്കള എന്നുള്ളൊരു ഇത് ഉണ്ട്, കോൺസെപ്റ്റ് ഉണ്ട്. അതില് നമ്മൾ കൊടുക്കുന്ന ചോറോ സാമ്പാറോ ഒന്നും അവർക്ക് മതിയാവണ പോഷകാഹാരമായി മാറുന്നില്ല, വേറൊന്നും അവർ കഴിക്കുന്നില്ല. അതേസമയം ഈ ജനറേഷന്, ഞാൻ കണ്ട ജനറേഷന് മുമ്പുണ്ടായിരുന്ന തലമുറയിലെ സ്ത്രീകളെ ഞാൻ അവിടെ കണ്ടു അട്ടപ്പാടിയിൽ. അവരൊക്കെ ഏജ്ഡ് ആണെങ്കിലും നല്ല സ്ട്രോങ് ആണ്. പക്ഷെ അവര് ധാന്യങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളും കാട്ടിൽ നിന്നുള്ള സാധനങ്ങൾ കഴിച്ചിട്ട് വളർന്ന് ആ ഒരു ജനറേഷനാണ്. പക്ഷെ ഈ ജനറേഷനിൽ ഉള്ളവർക്ക് അതില്ല. അപ്പം ആ ഒരു ഡിഫറൻസ് ഉണ്ട്, അവരുടെ ശരീരത്തിൽ അത് ബാധിക്കുന്നുണ്ട്. അപ്പൊ അവരൊരു ഗർഭിണിയായിരിക്കുമ്പോൾ അവർക്ക് ആ ന്യൂട്രീഷൻ കുറവായത് കൊണ്ട് തന്നെ കുട്ടികളുടെ വളർച്ചയെ ബാധിക്കും, അല്ലെങ്കിൽ ഡെലിവറി സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവും. അതിന്റെ ഒരു അന്വേഷണമായിരുന്നു. അങ്ങനെ മാധ്യമപ്രവർത്തകർക്ക് രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് പലതരത്തിലുള്ള അതിക്രമങ്ങൾ നേരിടേണ്ട പല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ, കുറച്ച് കാലങ്ങളായിട്ട് ഇത് കാണുന്നതാണ്. സോ എന്തുകൊണ്ടാവും സ്ത്രീകൾ ഇത്തരത്തിൽ അതിക്രമത്തിന് ഇരയാകുന്നത്? മാമിന് അതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താ? അതിക്രമങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം വാർത്താ സമ്മേളനത്തിലൊക്കെ സ്ത്രീകളോട് അവര് മോശമായിട്ട് ചോദിക്കും. ഇപ്പൊ ഈ ഒരു ഡേയില് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ, BJPയുടെ അല്ലെ, രാജീവ് ചന്ദ്രശേഖറിനോട് പിന്നെ ട്രിവാൻഡ്രത്തുള്ള ഒരു കൗൺസിലറുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു വനിതാ റിപ്പോർട്ടർ ചോദ്യം ചോദിക്കുമ്പോൾ നീ ആരാ,
നീ ഏതാ ചാനൽ എന്നാ ചോദിക്കുന്നത്, ലേഡി റിപ്പോർട്ടറാണ്. അപ്പൊ ഞാൻ കൈരളിയാണെന്ന് പറയുമ്പോ അപ്പൊ അതിന്റെ ഒരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ. അപ്പൊ അത് വെച്ചിട്ട് അവരോട് ഷൗട്ട് ചെയ്യണ ഇത് സ്ത്രീകളോട് മാത്രം ചെയ്യണ ഒരു പരിപാടിയാണ്. പുരുഷന്മാർക്ക് അത്ര നേരിടാറില്ല. സ്ത്രീകൾ ചോദ്യം ചോദിക്കുമ്പോൾ പല രാഷ്ട്രീയ നേതാക്കൾക്കുള്ളൊരു അസ്വസ്ഥത ഉണ്ട്. ഇതിപ്പം നീ ആരാന്നുള്ള ചോദ്യത്തിൽ ചോദിച്ച് ഇപ്പൊ നമുക്ക് തന്നെ, ഞാനിപ്പോൾ ഒരു മീഡിയ വണ്ണിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ നമ്മളെ ഇതിൽ തന്നെ റിപ്പോർട്ടർ ആയിട്ടുള്ള ഷിതയ്ക്ക് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ നമ്മളെ നടനുമാണ്, രാഷ്ട്രീയ പ്രവർത്തകനുമായ ആളെടുത്തു നിന്നുണ്ടായിരുന്ന മോശമായ അനുഭവം അതൊക്കെ നമ്മൾ വാർത്തയിൽ കണ്ടതാ. അപ്പോൾ ഇത്തരത്തിലുള്ളത് സ്ത്രീകളോട്, ഇതെല്ലാം സ്ത്രീകളോട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സമൂഹത്തിന്റെ ഒരു അതാണ്. സ്ത്രീ എവിടാന്നുള്ളത് അവര് വരച്ചു വെച്ചിരിക്കുകയാണ്. ആ സ്ത്രീയുടെ വളർച്ചയെ അവര് കാണുന്നില്ല. അതുകൊണ്ടാണ് സ്ത്രീയോട് എളുപ്പം ഇങ്ങനെ ചോദിക്കാൻ പറ്റുന്നത്. ആദിമ ജീവിതത്തിൽ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടാവും. സോ അതിൽ ഓർത്തു വെക്കപ്പെടാവുന്ന ഒരു സംഭവം എന്താണ്? അങ്ങനെ വല്ല ഇൻസിഡൻസ് ഉണ്ടെങ്കിൽ? ഞാൻ രണ്ട് രീതിയിലാണ് മാധ്യമപ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. എന്ന് വെച്ചാൽ റിപ്പോർട്ടിംഗ് മേഖലയിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. മനോരമയിൽ ആയിരുന്നു, കൈരളിയിലായിരുന്നു ഞാൻ തുടങ്ങിയത്. കൈരളിയുടെ ഒരു കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്തിട്ട് പിന്നീട് ഞാൻ കുറെ കാലം ഫ്രീലാൻസ് ജേർണലിസം ചെയ്തു. ആ കാലത്താണ് ഞാൻ വിജയമാഷെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ചെയ്യുന്നത്, MN വിജയനെ കുറിച്ചുള്ള മാറാട് കലാപത്തെ കുറിച്ച് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ഫ്രീലാൻസ് വർക്കുകൾ അന്ന് സമകാലിക മലയാളം, മാതൃഭൂമി, മാധ്യമം, വീക്കിലികളിലൊക്കെ അങ്ങനെ എഴുതുന്നതൊക്കെ ആ കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ മനോരമയിലേക്ക് വരുന്നത്. 2005 മനോരമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ മനോരമയുടെ കൂടെ ഉണ്ട്. മനോരമയിൽ കോഴിക്കോട് തന്നെയാണ് റിപ്പോർട്ടിംഗ് ഫീൽഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ റിപ്പോർട്ടിംഗ് ഫീൽഡ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ പൊളിറ്റീഷ്യൻസിന്റെ പരിപാടികൾ, പ്രസ് ക്ലബ്ബിൽ നടക്കുന്ന പരിപാടികൾ അങ്ങനെയൊക്കെ കവർ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ദിവസം എനിക്ക് തോന്നുന്നത് വടകര കഴിഞ്ഞ് കുറച്ചുകൂടെ പോണ ആ സ്ഥലത്തിന്റെ പേര് ഓർമ്മയില്ല. ഒരു ചെറിയ കുട്ടി സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ കയറി ചെന്നപ്പോൾ അവിടുത്തെ ഒരു പ്രായം എന്ന് പറയാൻ ആൾക്കന്ന് 54 അയാളുടെ പേരും ഞാൻ ഓർക്കില്ല. അയാള് ആ കുട്ടിയെ ഉപദ്രവിച്ചിട്ട് കൊന്ന് ചാക്കിൽ കെട്ടിവെച്ചു. അത് വലിയ വാർത്തയായിരുന്നു അന്ന്. എനിക്ക് ആ പേര് ഓർമ്മയില്ല അയാളുടെ. അപ്പോൾ അന്ന് ഞാൻ ഇവിടുന്ന് ഓഫീസിൽ നിന്ന് പോവുകയാണ്, നമ്മൾ ക്യാമറ ആയിട്ട് പോവുകയാണ്. അപ്പോൾ ലൈവ് അന്ന് ഫോണിലാണ്, ലൈവ് ഇല്ല, ഫോണിലാണ് നമ്മൾ വിവരം കൊടുക്കുന്നത്. അപ്പോൾ ഫോണിൽ നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് അന്ന് നാട്ടുകാർ ആ പ്രദേശത്തേക്ക് അടുക്കാൻ സമ്മതിക്കുന്നുണ്ടായില്ല. പോലീസ് അവിടെ എത്തിയിട്ടുണ്ട്. പോലീസിന് അവിടെ നിന്ന് ഇയാളായിട്ട് പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല. അത്രയും വയലന്റ് ആയിട്ട് മോബ് നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ ആ പരിസരത്ത് എല്ലാ ചാനലുകാർ എല്ലാവരും എത്തിയിട്ടില്ല. അന്ന് നമുക്ക് മനോരമയ്ക്ക് നാട്ടുവാർത്ത എന്നുള്ള സെഗ്മെന്റ് ഉള്ളതുകൊണ്ട് നമ്മളൊക്കെ അങ്ങനത്തെ വാർത്തകൾ കവർ ചെയ്യാൻ പോകുമായിരുന്നു. അവിടെ ചെന്ന് ഇയാളെ പുറത്തേക്ക് കൊണ്ടുവരുന്ന വിഷ്വലൊന്നും അന്ന് അങ്ങനെ കിട്ടിയില്ല. കുറച്ചൊക്കെ വിഷ്വൽ കിട്ടി. പിന്നെ എനിക്ക് അതിൽ ഇതായിട്ട് നമ്മളത് ഫോളോ അപ്പ് ചെയ്ത് അതിൻ്റെ കൂടെ നിന്ന് പിന്നെ വടകര അവിടെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇയാളെ ലോക്കപ്പിൽ ഇയാൾ ഇരിക്കുന്ന ഷോർട്സ് എടുത്തു. അപ്പോൾ എനിക്ക് അയാളെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ അയാളുടെ അടുത്ത് ഇങ്ങനെ ചെല്ലുന്നുണ്ട്. അപ്പം അയാളോട്, അപ്പോൾ പോലീസുകാർ രാത്രി ആയിരിക്കും, രാത്രി 1 മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോഴേക്കും. വൈകുന്നേരം സംഭവം നടന്ന് രാത്രി 1 മണിയുടെ അടുത്ത്. അപ്പം ഞാൻ പോലീസുകാരൊക്കെ അവിടെ ഉണ്ടെങ്കിലും ഞാൻ കുറച്ചിങ്ങനെ മാറി നിന്ന് അയാളോട്, പിന്നെ ക്യാമറമാൻ ഉണ്ട്, അപ്പോൾ അയാളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ തന്നെയല്ലേ ഇത് ചെയ്തത്, എന്തിനാ ഇത് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പം അയാൾ പറഞ്ഞു, പോയി പോലീസുകാരോട് ചോദിക്കുന്നു പറഞ്ഞു. പിന്നെ അയാൾ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ അത് പോലീസ് അയാളെ മേലിൽ ആലോചിച്ച്, അയാളൊരു ക്രിമിനൽ മെന്റാലിറ്റി ഉള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ആൾക്ക് അപ്പോഴും ഒരു റിഗ്രറ്റ് ഇല്ല. ഒരു ചെറിയ കുട്ടിയെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടി ചെന്നതാ, അടുത്ത സ്കൂള്, തൊട്ടടുത്ത ചെറിയ സ്കൂളിൽ നിന്ന്. ആ കുട്ടിയെ കാണാഞ്ഞിട്ട് പേരൻസ് അന്വേഷിച്ചപ്പോഴാണ് പിന്നീടാണ്. അപ്പോൾ അന്നൊക്കെ അത് ഇന്നിപ്പോൾ നമുക്ക് ഒരുപാട് ക്രൈം ന്യൂസ് കാണുമ്പോൾ അതൊരു വാർത്ത ആയിരിക്കുന്നു, പക്ഷെ അന്നതൊരു വലിയ വാർത്തയായിരുന്നു. മാം, ഇതൊരു സോഷ്യൽ മീഡിയ കാലഘട്ടമാണല്ലോ. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു പങ്ക്, അല്ലെങ്കിൽ അത് എത്രത്തോളം ഓഡിയൻസുമായി എഫക്റ്റീവ് ആണെന്നുള്ളതിന് മാമിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ഒക്കെ സജീവമാകുന്നതിന് മുമ്പ് ആളുകൾ, ഇപ്പോൾ ടെലിവിഷൻ വന്നൊരു കാലമുണ്ട്.
അപ്പം ചോദിച്ച ചോദ്യം പത്രങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാവുമോ ടെലിവിഷൻ എന്നായിരുന്നു. പത്രങ്ങൾ ഇന്നും ഉണ്ടല്ലോ അല്ലെ, പത്രങ്ങൾ വായിക്കുന്നുമുണ്ട് അല്ലെ, സീരിയസ് ആയിട്ടുള്ള ഒരു വായനയുള്ള ആളുകളും ഉണ്ട്. അപ്പൊ ജനറേഷനിൽ വ്യത്യാസം ഉണ്ടാവും. അതുപോലെയാണ് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണുന്ന റീൽസ് എന്ന് പറയുന്ന ഒരുപാട് കോണ്ടന്റുകൾ വരുന്നുണ്ട്. അതേസമയം ടെലിവിഷൻ ചർച്ച ചെയ്യപ്പെടുന്നത് വേറൊരു രീതിയിലാണ്. അപ്പോൾ അതിൽ നിന്ന് ഡിജിറ്റലിലേക്കും കണ്ടന്റുകൾ വരുന്നുണ്ട് അല്ലേ. ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നത് വാർത്തയിൽ തന്നെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ വാർത്തയിൽ സെൻസേഷൻ ആണ് തോന്നുന്നത്, അല്ലെങ്കിൽ ആളുകൾക്ക് അട്രാക്റ്റീവ് ആണ്, അല്ലെങ്കിൽ ആളുകളെ പിടിച്ചിരുത്തുന്നു തോന്നുന്ന ചില കണ്ടന്റുകളാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിന് ഭീഷണി എന്ന് പറയുന്നത് അങ്ങനെയല്ല. നമ്മളെ ഫോർമാറ്റുകൾ മാറുന്നു, അതിനൊപ്പം തന്നെ ഇത് ഗ്രാജുവൽ ആയിട്ടുള്ള മാറ്റങ്ങളിലേക്ക്. പത്രം അവിടെ നിൽക്കുന്നത് പോലെ ടെലിവിഷൻ അവിടെ നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ടുള്ള വളർച്ചയിൽ ഇതെല്ലാം അതിൻ്റെതായ റോളുകളും അതിൻ്റെ ഒരു വളർച്ചയ്ക്കും ഇതെല്ലാം അങ്ങനെ ഒരു നിലനിൽപ്പിന്റെ ഒരു ഭീഷണി ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്. പിന്നെ മാമിന്റെ ഈ ഒരു കരിയറിൽ അല്ലെങ്കിൽ ഇത്രയും കാലം ചെയ്ത വർക്കിൽ മാമിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വർക്ക് ഏതായിരുന്നു? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട വർക്കുകളുണ്ട്. ഇപ്പോൾ ഞാൻ എന്താ പറയുക, കേരളത്തിൽ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് സ്റ്റോറീസ് ആണ്. പക്ഷെ ഞാൻ ന്യൂസ് സ്റ്റോറീസിൽ നിന്നപ്പുറം പിന്നെ കുറച്ചുകൂടെ ഫീച്ചർ ടൈപ്പ് സ്റ്റോറീസും അതിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടുള്ള കാര്യങ്ങളുമാണ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ സബ്ജക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് ചുറ്റും കാണുന്ന അല്ലെങ്കിൽ ട്രൈബൽ ജീവിതങ്ങൾ, പരിസ്ഥിതിയായി ബന്ധപ്പെട്ട് എല്ലാം ഉണ്ട്. അതിനപ്പുറം എനിക്ക് കുറച്ചും കൂടെ സബ്ജക്റ്റിൽ വ്യത്യസ്തത തോന്നിയിട്ടുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്ത കാലഘട്ടം. ഞാൻ ഡൽഹിയിൽ പിന്നെ പോയിട്ട് കോവിഡിന് മുമ്പാണ്. ആ കാലഘട്ടത്തിൽ ഞാൻ ഡൽഹിയിലുള്ള സമയത്ത്, ഇപ്പോൾ ഡൽഹി നമ്മളുടെ ഒരു തലസ്ഥാന നഗരി എന്ന് പറയുമ്പോൾ വാർത്തകളുടെ ഒരു കൂമ്പാരം വേറെ ഉണ്ട്, പൊളിറ്റിക്കൽ ഇത്. അതിനപ്പുറം അടുത്തടുത്ത കുറേ സ്റ്റേറ്റുകളുണ്ട്. ഇപ്പോൾ UP ഉണ്ട്, ഹരിയാന ഉണ്ട്, സ്റ്റേറ്റുകൾ. അവിടെയൊക്കെ ഒരുപാട് ജീവിതങ്ങളുണ്ട്. എനിക്ക് ഒരു ഹാഫ് ആൻ അവർ സ്റ്റോറി അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ പ്രോഗ്രാം എന്നുള്ള രീതിയിൽ ഒരു സബ്ജക്റ്റിനെ കുറച്ച് വിശദമായി പറയേണ്ട ഒരു സ്പേസിലാണ് ഞാൻ വർക്ക് ചെയ്തത്. ന്യൂസ് സ്റ്റോറി നിങ്ങൾക്ക് 1 മിനിറ്റ് 1.5 മിനിറ്റ് കൊണ്ട് പറയാമെങ്കിൽ എനിക്ക് ഒരു സബ്ജക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡീറ്റെയിലിങ്ങിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരുപാട് വിഷയങ്ങൾ എടുത്തിട്ടുണ്ട്. അതിലെനിക്ക് എൻ്റെ പ്രയാസമായിട്ട് തോന്നിയതിനെ കുറിച്ച് ഞാൻ ആദ്യം പറയാം. ഏറ്റവും പ്രയാസം തോന്നിയത്, ഇപ്പം UP യോഗി ആദിത്യനാഥിൻ്റെ ഒരു ഭരണം നമുക്കറിയാലോ. യോഗി ആദിത്യനാഥാണ് പിന്നെ മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ. പിന്നെ ആ സമയത്ത് എൻകൗണ്ടർ കില്ലിങ് UP ഒരുപാടുണ്ട്. ഏറ്റുമുട്ടൽ കൊല എന്ന് നമ്മൾ പറയും. അപ്പോൾ ആളുകളെ എന്താണ് അവരുടെ ക്രൈം എന്ന് ചോദിച്ചാൽ FIR-ലൊക്കെ ഒരേ രൂപമായിരിക്കും FIR-ൽ. അപ്പോൾ ഞാൻ അതായിട്ട് ബന്ധപ്പെട്ടിട്ട് NDTV-യിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. NDTV-യിൽ ആ സുഹൃത്തിൻ്റെ അടുത്തുനിന്ന് ഞാൻ കുറേ FIR കളക്ട് ചെയ്ത് ആ FIR-ൽ ഇപ്പോൾ നമുക്ക് ഒരു എൻകൗണ്ടർ കില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ കോഴിക്കോട് ജില്ലയിലാണ്. നമ്മൾ കോഴിക്കോട് നഗരത്തിൽ ഇരുന്നിട്ട് ഒരു കേസ് അറ്റൻഡ് ചെയ്തിട്ട് അടുത്ത കേസ് അതിൻ്റെ തൊട്ടടുത്തായിരിക്കില്ല. ചിലപ്പം വടകര, കുറ്റ്യാടി, നാദാപുരം, അല്ലെങ്കിൽ കണ്ണൂർ, അങ്ങനെ 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 ഇതിന് ഇരയാക്കപ്പെട്ട ആളുകൾ പല സ്ഥലത്ത്. അങ്ങനെ ഞാൻ കണ്ടെത്തിയ ഒരു 4ഓ 5ഓ കേസുകളുടെ നമ്പറുകളൊക്കെ ഞാൻ തപ്പിപ്പിടിച്ച് എങ്ങനെയൊക്കെ ഉണ്ടാക്കി. പിന്നെ ലാംഗ്വേജ് വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക്. ഈ എന്താ പറയുക, ഇതിൽ പഠിച്ച ഹിന്ദിയാണല്ലോ, നമ്മളുടെ ഒരു സ്റ്റാൻഡേർഡ് ഹിന്ദിയിലാണ് നമ്മൾ സംസാരിക്കുക. അപ്പം അങ്ങനെ ഒരു കഷ്ടി മലയാളം പഠിച്ച ഒരാളെടുത്ത് നാദാപുരത്തു നിന്നോ അല്ലെങ്കിൽ കുറ്റ്യാടിക്കാരൻ്റെ ഒരു മലയാളം കേട്ടാൽ ആ മലയാളം പഠിച്ച ആൾക്ക് മനസ്സിലാവില്ല. അതുപോലെയാണ് നമ്മൾ പഠിച്ച ഹിന്ദിയും ഈ പല സ്ഥലങ്ങളിൽ ചെന്നിട്ട് അവരോട് സംസാരിക്കുമ്പോഴുള്ള ഹിന്ദിയും തമ്മിലുള്ള വ്യത്യാസം, ഈ പ്രാദേശികമായിട്ടുള്ള വ്യത്യാസങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ട് ഇത്രയും 4-5 പേരെ നമ്മൾ കണ്ട്, അവരെ സ്റ്റോറീസ് എടുത്ത്, അവരെ ഫാമിലിയെ കണ്ട്, എൻകൗണ്ടർ കില്ലിങ്ങിന് ഇരയായ ആളുകളുടെ ഫാമിലിയെ കണ്ട്, അവരുടെ റിലേറ്റീവ്സിനൊക്കെ കാര്യങ്ങളൊക്കെ എടുത്ത് വന്നിട്ട് അങ്ങനെ ഒരു നൈറ്റ്, ഒരു ഏർലി മോർണിംഗ് 4 മണിക്ക് പോയിട്ട് പിറ്റേ ദിവസം വെളുപ്പിന് 6 മണിക്കാണ് തിരിച്ചെത്തുന്നത് ഡൽഹിയിൽ. അങ്ങനെ ഓഫീസ് അടച്ചിട്ടിരിക്കുകയായിരിക്കുമല്ലോ. ആ സമയത്ത് നമ്മളെ കീ കയ്യിലുണ്ടായിരുന്നു, ക്യാമറമാൻ്റെ അടുത്ത്.
പുള്ളി എനിക്ക് അവസാനത്ത് P2C എന്ന് പറയുന്നത് പീസ് 2 ക്യാമറ, നമ്മൾ സ്റ്റാൻഡപ്പ് പറയുമല്ലോ, അത് ഞാൻ പറയുന്ന ലാസ്റ്റ് ഫ്രെയിം വരെ എനിക്ക് കാണിച്ചു തന്നിട്ടാണ് ക്യാമറ അടയ്ക്കുന്നത്. അത് ഞാൻ കണ്ടിട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ് അടച്ചത്. പക്ഷെ ഇത് ഈ ടേപ്പ് നമ്മൾ എഡിറ്റിംഗ് ടേബിളിൽ വെച്ച് ഞാൻ എന്തായാലും ഉറങ്ങി എഴുന്നേറ്റ് 12 മണിക്ക് എത്തുള്ളൂ. അപ്പോഴേക്ക് ഇത് എഡിറ്റിംഗ് ടേബിളിൽ അവർ പിന്നെ ക്യാപ്ചർ ചെയ്ത് അതിലേക്ക് എത്തും. ആ സമയത്ത് ഒരു 10 മണി 10:30 ആയപ്പോഴേക്ക് എഡിറ്റ് ചെയ്യണ എഡിറ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ടേപ്പ് ഞാൻ ഇട്ട് നോക്കി, ഇതിലൊന്നുമില്ല. അപ്പൊ അതുണ്ടാക്കുന്ന ഒരു സങ്കടം ഉണ്ടല്ലോ, ഇത് പിന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റൂല, ഇവരുടെ അടുത്ത് പിന്നെ എങ്ങനെ പോകും? അത് ടേപ്പിന്റെ എററാണോ എന്താ സംഭവിച്ചതിന്? പക്ഷെ ഞാൻ ലാസ്റ്റ് അതൊരു ടെക്നിക്കൽ എററായിട്ട് സംഭവിച്ചതായിരിക്കാം, സാധനം ഒന്നും ഉണ്ടായില്ല. അത് എനിക്ക് എയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ പ്രോഗ്രാം അത്ര അങ്ങനെ റിച്ച് ആയിട്ടുള്ള ഒരു അനുഭവക്കുറിപ്പുകളുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു അത് ഭയങ്കരമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഹാപ്പി ആവണ ഒരു മൊമെന്റ് എന്ന് പറയുന്നത്, പിന്നെ എനിക്കത് മീഡിയ അക്കാഡമിയുടെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ പിന്നെ ഗുജറാത്ത് എങ്ങനെയാണ് നമ്മളെ ചരിത്രത്തിൽ നിൽക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ. ഗുജറാത്ത് കലാപം അറിയാം, നരേന്ദ്രമോദി എങ്ങനെ. അപ്പം നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ഒരു പിന്നെ പ്രൈം മിനിസ്റ്ററുടെ ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു സർദാർ വല്ലഭായ് പട്ടേലിന്റെ പേരിൽ ഒരു പട്ടേൽ പ്രതിമ ഉണ്ടാക്കുകയാണ്. ഇത്ര 136 കോടിയാണോ, അത്ര കോടി ഓർത്തില്ല, അത്ര കോടി സ്പെൻഡ് ചെയ്തിട്ട് ഒരു പ്രതിമ ഉണ്ടാക്കി അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതേപോലെ അവിടെ പോയിട്ട് സ്റ്റോറി ചെയ്യണം, പ്രോഗ്രാം ചെയ്യണം. അപ്പോൾ എന്നെ ആംഗിള് പ്രതിമയുടെ ചുറ്റിലുള്ള ടൂറിസം ആയിരുന്നില്ല. ഈ പ്രതിമ വന്നതിന് പിന്നിൽ കേവഡിയ എന്ന് പറഞ്ഞ ഒരു വില്ലേജ് ആയിരുന്നു. കേവഡിയ വില്ലേജിലെ മനുഷ്യരെ എങ്ങനെ അവിടുന്ന് അകറ്റി, അവരുടെ ലൈവ്ലിഹുഡ് ഇല്ലാതായി, അവരെവിടെ പോയി എന്നുള്ള ഒരു അന്വേഷണമായിരുന്നു. അങ്ങനെ എളുപ്പമല്ല ക്യാമറ ഏറ്റ് ചെല്ലാൻ. ഇതേപോലെ നമ്മൾ മെയിൽ അയക്കുന്നു, അവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതിലേക്ക് ബന്ധപ്പെട്ടിട്ട് അവരോട് നമ്മൾ പറഞ്ഞ്, നമ്മൾ കളവ് പറയല്ലോ, കളവ് പറയും, നമ്മളിതിൻ്റെ സാധ്യതകൾ എത്രത്തോളം ടൂറിസ്റ്റ് വരുന്നു എന്നൊക്കെ അന്വേഷിക്കാനാണ്, കേരളത്തിലൊരു ചാനലാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ലെറ്റർ എഴുതി, അവർ പെർമിഷൻ തന്നു. നമ്മൾ അവിടെ എത്തി, ക്യാമറാമാനും ഞാനും ഉണ്ട്. നമ്മളെ അവിടുന്ന് ഗുജറാത്തിലേക്ക് ഇതിലായിരുന്നു പോയത്, പിന്നെ ട്രെയിനിൽ പോയി. അഹമ്മദാബാദിൽ നിന്ന് നമ്മൾ കേവഡിയയിലേക്ക് പോയി. നമ്മളെ വാഹനത്തിൽ അവർ കടത്തി വിടൂല, നമ്മളെ കൂടെ ഒരാളെ ഗൈഡിനെ വിട്ടു, നമ്മളെ ക്യാമറ കാര്യങ്ങളൊക്കെ അവർ നോക്കി പറഞ്ഞയച്ചു. അപ്പം നോർമലി നമുക്ക് ആദ്യം അതിന് ചുറ്റുള്ള കാര്യങ്ങൾ എടുക്കണമല്ലോ. അപ്പോൾ അതൊക്കെ ഷൂട്ട് ചെയ്തു. അവിടെ വരുന്ന ആളുകളോട് ചോദിച്ചപ്പോൾ പലരും ഭയങ്കര പോസിറ്റീവായിട്ട് പറയുന്ന, പ്രൈം മിനിസ്റ്റർ ഡ്രീം പ്രോജക്റ്റ് അത്ര സംഭവം ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ അതൊക്കെ എടുക്കുന്നു. അപ്പോൾ അതിൽ അതിൻ്റെ പ്രതിമ കാണുന്ന രീതിയിൽ തന്നെ എൻ്റെ കൂടെ വന്ന നമ്മളെ കൂടെ വിട്ട ഗാർഡിന് നമ്മൾ പറയണ മലയാളം മനസ്സിലാവില്ല. അപ്പോൾ പ്രതിമയെ ബാക്കിൽ നിർത്തിയിട്ട് ഞാൻ സ്റ്റാൻഡപ്പ് എടുക്കുന്നത് ഇതായിരുന്നു, ഒരു പ്രൈം മിനിസ്റ്ററുടെ സ്വപ്നമാണ് ഈ കിടക്കുന്നത്, പക്ഷെ ആ സ്വപ്നം എത്രമാത്രമാണ് അതൊന്നും അവർക്ക് മനസ്സിലാവണില്ല. അപ്പം ഞാൻ നെഗറ്റീവാണ് പറയുന്നത് നമുക്കറിയാലോ. അവര് ഭയങ്കര സന്തോഷത്തോടെ കേട്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പ്രൈം മിനിസ്റ്റർ മോദി എന്നൊക്കെ പറയുമ്പോൾ അവര് എന്തോ ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ചു. അപ്പം ഒരു ഡ്രീം പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഇതിനെ കുറിച്ചാണ് അന്വേഷിക്കുന്നത്, ഒരു മനുഷ്യരുടെ ജീവിതം എങ്ങനെ ഇല്ലാതായി എന്നാണ് അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാനതെടുത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവരെ ഓഫീസറുടെ ബൈറ്റൊക്കെ എടുക്കുന്നുണ്ട്. അവരോടാണ് ഞാൻ ചോദിച്ചത്, അവിടെ ഒരു IAS ഓഫീസർ എഴുതിയിട്ട് ഇവരെ ഇതുള്ള ഈ നർമ്മദ അണക്കെട്ടിന്റെ നിർമ്മാണം മേധാ പട്കറുടെ സമരമൊക്കെ എല്ലാവർക്കും അറിയാം. ആ സമരത്തിനെ തുടർന്നിട്ട് തന്നെ ഈ കേവഡിയയുടെ തൊട്ടുള്ള ഒരുപാട് വില്ലേജിൽ നിന്ന് ആളുകൾ പോയിട്ടുണ്ട്. അവർക്കൊക്കെ ലാൻഡ് കിട്ടിയിട്ടില്ല, പല സ്ഥലങ്ങളിലേക്ക് മിസ്പ്ലേസ് ചെയ്യപ്പെട്ടു. പിന്നെ ഇവരെ ജീവിതം എന്ന് പറഞ്ഞാൽ അതും ട്രൈബ്സ് ആയിട്ടുള്ള ആളുകളാണ്. അവര് കൃഷി ചെയ്തിട്ട് തന്നെ ജീവിച്ചത്. അവരെ കൃഷിയിടങ്ങൾ ഇല്ലാതായതോടെ അവർ പട്ടിണിയായി. ഈ ടൂറിസം ഡെവലപ്പ് ചെയ്തെന്നല്ലാതെ ആ മനുഷ്യര് ഡിസ്പ്ലേസ് ചെയ്യാണ് ആ സ്ഥലത്ത് നിന്ന്. അപ്പോൾ അത് ഭയങ്കര ഒരു ഇതായിരുന്നു. എന്ന് വെച്ചാൽ അവിടെ അതിനായിരുന്നു എനിക്ക് അക്കാഡമിയുടെ ഒരു അവാർഡ് കിട്ടിയത്. അതുപോലെ അങ്ങനെ ഒരുപാട് ലൈഫുകളുണ്ട്. പിന്നെ മലയാളത്തിൽ തന്നെ കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്ന്, ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് പാലക്കാട് നിന്നൊക്കെ സ്ത്രീകൾ, സ്ത്രീധനം നൽകാൻ ഇല്ലാത്ത കുടുംബങ്ങളിലെ സ്ത്രീകളെ ഇവിടുന്ന് നോർത്ത് നിന്ന് വരുന്ന ട്രക്ക് ഡ്രൈവേഴ്സ് വിവാഹം ചെയ്ത് കൊണ്ടുപോവുക. അപ്പോൾ ഹരിയാനയിൽ അങ്ങനെ കുറേ മലയാളി സ്ത്രീകളുണ്ട്. അപ്പോൾ മലയാളിയായ വധു
ആണല്ലോ ഇവരൊക്കെ. അവര് ഇപ്പൊ നമ്മളവിടെ കണ്ടു കഴിഞ്ഞാൽ അവർ ശരിക്കും ഹരിയാന സ്ത്രീകളെ പോലെ ആയി. അവര് ഹിന്ദി, പക്ഷെ ആ ഹരിയാനയിൽ അവിടുന്ന് സാമ്പാർ തിളയ്ക്കുന്നതും രസം ഉണ്ടാക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അവരെ രൂപം ഒക്കെ മാറി, അവരുടെ ലാംഗ്വേജ് മാറി, പക്ഷെ അവര് അപ്പോൾ അവർക്കൊരു ഭയങ്കര ഒരു പ്രയാസമുണ്ട്. നമ്മളെ നാട്ടിൽ നിന്ന് പോവേണ്ടി വരുന്നത് അവരുടെ ദാരിദ്ര്യം, അല്ലെങ്കിൽ സ്ത്രീധനം കൊടുക്കാൻ പറ്റാത്തത് ആ ഒരു അവസ്ഥയിൽ നിന്നാണല്ലോ, വീട്ടിലെ ദാരിദ്ര്യാവസ്ഥ. ആ അവസ്ഥയിൽ ഈ സ്ത്രീകളൊക്കെ അങ്ങോട്ട് ചെല്ലപ്പെട്ട് വല്ലപ്പോഴുമാണ് അവർ നാട്ടിലേക്ക് വരുന്നത്. അങ്ങനെയുള്ള ഒരു പ്രയാസമൊക്കെ, അങ്ങനെയൊക്കെ ഒരുപാട് സ്റ്റോറികൾ ഉണ്ടായിരുന്നു. സോ ഈ ഒരു മാധ്യമ രംഗത്തേക്ക് ഒരുപാട് പെൺകുട്ടികൾക്ക് വരാൻ ആഗ്രഹമുണ്ട്. സോ അവരോടൊക്കെ മാമിന് എന്ത് അഡ്വൈസ് ആണ് നൽകാനുള്ളത്? ഈ മാധ്യമ രംഗത്തേക്ക് ഒരുപാട് പെൺകുട്ടികൾ വരുന്നുണ്ട്. പെൺകുട്ടികളുടെ ഒരു ലോകമാണ് ഇപ്പൊ മാധ്യമ ലോകം എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പൊ വിഷ്വൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണല്ലേ കാണുന്നത്. ഇപ്പം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും പെൺകുട്ടികളുടെ റീൽസ് ആണെങ്കിലും അതിന് ഞാനായിട്ടൊന്നും പറയണ്ട, കുട്ടികൾക്ക് തന്നെ അതിൻ്റെ ഒരു ഇതുണ്ട്. മീഡിയ എന്ന് പറയുമ്പം അതിനോടുള്ള താല്പര്യം ഉണ്ടാവുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇപ്പം നമുക്കുള്ളത്. അതിന്റെ സാധ്യതകൾ ഇപ്പൊ കേരളത്തിൽ തന്നെ പല ജേർണലിസം പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, പ്രസ് ക്ലബ്ബുകളുണ്ട്, MCJ. അപ്പൊ അവിടെ നിന്നൊക്കെ പുറത്ത് വരുന്ന കുട്ടികളെ സംബന്ധിച്ച് അത് ഞാൻ കമ്പയർ ചെയ്യുന്നത് എൻ്റെ ഒരു പഴയ കാലഘട്ടം. നമ്മളൊന്നും പഠിക്കുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ അന്ന് ദൂരദർശൻ കഴിഞ്ഞ് ഏഷ്യാനെറ്റ്, കൈരളി വരുന്ന കാലം അത്രേ ഉണ്ടായിട്ടുള്ളൂ. പിന്നീടാണ് മനോരമയൊക്കെ വരുന്നത്. അപ്പൊ അന്നൊക്കെ സാധ്യതകൾ കുറവായിരുന്നു, കുറച്ച് പേരെയൊക്കെ എടുക്കാം. പിന്നെ അന്ന് ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇന്നിപ്പോ മീഡിയ അക്കാഡമി കാക്കനാട് എന്നറിയപ്പെടുന്നത് അന്ന് കേരള പ്രസ് അക്കാഡമിയാണ് കാക്കനാട്. 50 സീറ്റാണ് ഉണ്ടായിരുന്നത് ഒരു ബാച്ചിൽ. അതിൽ 40 സീറ്റ് ആൺകുട്ടികൾക്കും 10 സീറ്റാണ് പെൺകുട്ടികൾക്കും കൊടുത്തത്. ഇന്നിപ്പോ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അന്ന് ഞങ്ങളത് ചോദിച്ചിരുന്നത് എന്താണ് 10 പെൺകുട്ടികൾ എന്ന്. അപ്പൊ അന്ന് അവർ പറഞ്ഞ ഉത്തരം, ഈ 10 പെൺകുട്ടികൾ പുറത്തിറങ്ങിയിട്ട് ഫീൽഡിൽ എത്ര പേരുണ്ട്, ആരും ജോലിയിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പം പെൺകുട്ടികൾക്ക് സീറ്റ് കൊടുത്തോണ്ട് ആൺകുട്ടികളുടെ സാധ്യത കുറയും, ഈ പെൺകുട്ടികൾ ജോലി ചെയ്യില്ല എന്നുള്ളൊരു കാലഘട്ടം അന്ന് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല. ഇന്നിപ്പോ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നാലും അറിയാം പെൺകുട്ടികളാണ് കൂടുതൽ, ഇപ്പൊ ജോലിക്കാണെങ്കിലും. അപ്പം അതിന്റെ ഒരു വലിയൊരു ബൂം ഉള്ള കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. താങ്ക് യു മാം. സോ ഇത്രയും വിലപ്പെട്ട സമയം നമ്മുടെ കൂടെ ചെലവഴിച്ചിട്ടുള്ള സോഫിയ മാമിന് ഞാൻ എൻ്റെ പേരിലും എൻ്റെ കോളേജിന്റെ പേരിലും നന്ദി പറയാണ്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ നിങ്ങൾ എല്ലാ പ്രോജക്റ്റിനുള്ള എല്ലാ ആശംസകളും. താങ്ക് യു.